ഹലോ, തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അരിഞ്ഞ് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ പാനടുപ്പത്ത് വെച്ച് അതിൻ്റെക്ക് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ജീരകം പൊട്ടിച്ചെടുക്കുക. ജീരകം പൊട്ടിച്ചെടുത്ത ശേഷം നമ്മുടെ സവാള നല്ലോണം ഒന്ന് അടർത്തി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ കുറച്ച് ഉപ്പിടുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെപ്പറിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു സൈഡിൽ നമ്മൾ കുറച്ച് മുട്ട നമ്മളൊന്ന് ഒരു 10-15 മുട്ട 10-12 മുട്ട നമ്മളങ്ങോട്ട് വേവിച്ചിട്ട് അത് ഈ മസാലയിലിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഒരിത്തിരി സോസും കൂടി ഒഴിച്ച് വഴറ്റണം. നമ്മൾ ഷീറ്റ് ഉണ്ടല്ലോ, പപ്സിൻ്റെ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഈ മസാല ഇങ്ങനെ കുറച്ച് വേഗം എടുത്ത് ഇങ്ങനെ വയ്ക്കുക. മസാല ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം മുട്ട നമ്മൾ കട്ട് ചെയ്ത് രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ മുട്ട അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് നമ്മൾ കൊടുക്കുക. എത്ര പപ്സ് വേണം അത്ര പപ്സിൻ്റെ മേലേക്ക് നമ്മൾ മസാലയും മുട്ടയും ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സാവധാനം അതൊന്ന് നമ്മൾ കവർ ചെയ്ത് വയ്ക്കുക. 4 വശം ഒന്ന് ഒട്ടിച്ച് വെക്കണം. പപ്സ് ഒട്ടിച്ച് വെക്കണമല്ലോ, ഇതേപോലെ ഒന്ന് അതിൻ്റെ 4 വശം ഒന്ന് ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സാധാരണ നമ്മൾ ഇതിൻ്റെ മേലെ തേക്കുന്നത് മുട്ടയുടെ ഉണ്ണിയും മുട്ടയും കൂടിയാണ്. നമ്മളത് ചേർക്കുന്നില്ല. നമ്മൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കിയിട്ട് ഈ പപ്സിൻ്റെ മേലെ നമ്മൾ സ്പൂൺ വെച്ചതാ ബ്രഷ് വെച്ചാണ് തേക്കേണ്ട, ബ്രഷ് കാണാനില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഈ ബ്രഷിന് പകരം സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എല്ലാത്തിൻ്റെ മേലെ മുട്ടയ്ക്ക് പകരം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും പാലും കൂടെ ചേർത്ത് ആ മിക്സ് നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഓവനിലേക്ക് വയ്ക്കുക. അപ്പോൾ ഓവൻ ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നമ്മൾ ഈ പപ്സ് അതിലേക്ക് കയറ്റി വെച്ച് വീണ്ടും കറക്റ്റ് ഒരു 15 മിനിറ്റ് നമ്മളൊരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പപ്സ് റെഡിയായി നമ്മൾക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പപ്സ് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് നോക്കൂ കേട്ടോ. സൗണ്ട് കേട്ടോ, അപ്പോൾ നല്ല ക്രിസ്പി. ഓക്കെ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്.